നമസ്കാരം. എം ടോക്സിലേക്ക് സ്വാഗതം. കായംകുളത്ത് ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായ യു പ്രതിഭയ്ക്കെതിരെ അവിടുത്തെ മുസ്ലിം ലീഗ് നേതാവ് ഒരു പരാമർശം നടത്തിയത് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഒരു പ്രാദേശിക നേതാവ് അവിടുത്തെ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ നടത്തിയ പരാമർശം എന്ന നിലയിൽ അധികം പ്രചാരം ഉണ്ടാവേണ്ട ഒരു വിഷയമല്ല. പക്ഷേ സ്വാഭാവികമായിട്ടും ഒരു വനിതയ്ക്കെതിരെയാണ് ലൈംഗിക ചുവട് നടത്തിയ പരാമർശമായതുകൊണ്ട് അത് പെട്ടെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ കത്തിപ്പടർന്നു. ഇപ്പോഴതൊരു വലിയ വിഷയമായി. അതിനെതിരായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് പരാതി പോയി. കമ്മീഷൻ നടപടിയെടുക്കുന്നു. ആ പരാമർശം നടത്തിയ നേതാവിനെ ലീഗ് പുറത്താക്കി. ഈ നടപടികളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. കാരണം പ്രതിഭ എന്ന് പറയുന്ന അവിടുത്തെ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് നടത്തിയ ആ ഒരു ലൈംഗിക ചുവയുള്ള പരാമർശനം അവർക്കുണ്ടാക്കിയ ഒരു മാനസിക വിഷമം അതിഭീകരമാണ്. അവർ നടത്തിയ പത്രസമ്മേളനത്തിൽ അവർ വിതുമ്പിക്കൊണ്ടാണ് അതിന് മറുപടി പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ആളുകളുടെ മനസ്സിലുണ്ടാക്കുന്ന പോറലുകൾ വളരെയേറെയാണ്. ഇത് ആദ്യത്തെ സംഭവമല്ല. ഇത് എല്ലാ പാർട്ടികളും UDF ആണെങ്കിലും LDF ആണെങ്കിലും BJP ആണെങ്കിലും ഒക്കെ രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് വേണ്ടി, തെരഞ്ഞെടുപ്പിലെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ഥാനാർത്ഥികൾക്കെതിരെ വളരെ മോശമായ പരാമർശങ്ങൾ നടത്തുക എന്നുള്ളത് പതിവാണ്. പക്ഷേ അത് പ്രമുഖ നേതാക്കൾ നടത്തുമ്പോൾ നമുക്കത് കൂടുതൽ വിഷമം തോന്നും. ഉദാഹരണത്തിന് VS അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടിയുടെ മകൾക്കെതിരെ നടത്തിയ പരാമർശനം ഒരിക്കലും അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. അതും ലൈംഗിക ചുവയോടെ നടത്തിയൊരു പരാമർശനമാണ്. അത് അവർക്കും ആ കുടുംബത്തിനും ഉണ്ടാക്കിയ വേദന എത്രയെന്ന് അവർക്കേ അറിയുള്ളൂ. അദ്ദേഹം അത് പിൻവലിച്ചിട്ടില്ല, തെറ്റായിപ്പോയെന്ന് പറഞ്ഞിട്ടില്ല. സുധാകരനെതിരായിട്ട് നടത്തിയ പരാമർശനം ചെറ്റത്തരം എന്ന് പറഞ്ഞത് സുധാകരനുണ്ടാക്കിയ വിഷമം അദ്ദേഹം അതിന് വളരെ സംയമനത്തോടെ അതിന് മറുപടി പറഞ്ഞു. ഞാൻ ചെറ്റക്കുടിലാണ് ജനിച്ചതെന്നൊക്കെ. പക്ഷേ സുധാകരൻ തന്നെ നേരത്തെ അദ്ദേഹം അവിടുത്തെ UDF സ്ഥാനാർത്ഥിയായ ഷാനിമാൾ ഉസ്മാനെതിരെ പൂതന എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ പൂതന എന്ന് വിളിക്കുന്നത് ഇത്രത്തോളം ഒരു ലൈംഗിക തരത്തിലുള്ള ഒരു പരാമർശമല്ല എങ്കിൽ പോലും ഒരു സ്ത്രീയെ പൂതന എന്ന് വിളിക്കാനായിട്ട് ഒരു നേതാവിന് എന്താ അധികാരം? അപ്പോൾ അദ്ദേഹം ആ തെറ്റ് ചെയ്തിട്ടുണ്ട്. പിണറായി വിജയൻ്റെ നമ്മൾ പലതവണ പരാമർശമുള്ള കാര്യമാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ചില പ്രയോഗങ്ങൾ ആളുകളുടെ മനസ്സിൽ അങ്ങേയറ്റം മുറിവുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴും ആ പരനാറി പ്രയോഗം, പരനാറി മറ്റൊക്കെ വിളിക്കുന്ന ഒരാളെ അതിൽ ആക്ഷേപിക്കാനല്ല, അത്ര മോശമായ ഒരു പ്രയോഗമാണ്. അത് ഒരിക്കലും മനസ്സിൽ നിന്ന് മാറിപ്പോകാത്തൊരു പ്രയോഗമാണ്. അദ്ദേഹം അത് തിരുത്തിയിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ രമ്യ ഹരിദാസ് പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന സമയത്ത് അവരെ പലതരത്തിലും മോശമായി ആരോപിച്ചിട്ടുണ്ട്. അവർ പാട്ട് പാടുന്നതിനെ ആക്ഷേപിച്ചിട്ടുണ്ട്. അതിനുശേഷം അവർ ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് അവർക്കെതിരായിട്ട് പറഞ്ഞൊരു വലിയ ആരോപണമുണ്ട്. അതൊരു പേര് ചൊല്ലിയുള്ള വിളി അല്ലെങ്കിൽ പോലും അവർ ആർഭാട ജീവൻ നയിക്കുന്ന 1.5 ലക്ഷം രൂപയില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറയും. അവരെന്നെ കരഞ്ഞുകൊണ്ട് പറഞ്ഞ മറുപടി, എനിക്ക് 5000 രൂപ കൊണ്ട് പോലും ജീവിക്കാൻ കഴിയുന്ന ഒരാളാണ്. അരവയറ് ജീവിച്ച ഒരു പാവപ്പെട്ട വീട്ടിൽ, ഈ ചൂരിൽ സിമന്റ് പോലും തേക്കാത്ത ഭിത്തിയുള്ള വീട്ടിൽ അന്തി ഉറങ്ങിയിരുന്നൊരു പെണ്ണാണ് ഞാൻ. എന്നെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത് ഖേദകരമാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം രാഷ്ട്രീയ നേതാക്കൾ പൊതുവായും തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ചും വികാരത്തിനടിമപ്പെട്ട് എതിർ പാർട്ടികളിലെ നേതാക്കൾക്കും സ്ഥാനാർത്ഥികൾക്കും എതിരായിട്ട് കടുത്ത ആക്രമണങ്ങൾ നടത്തുന്നത് വാസ്തവത്തിൽ അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു. അത്തരം നടപടികൾക്കെതിരെ കടുത്ത നടപടിയും ഉണ്ടാവേണ്ടതാണ്. ഇതുപോലെയുള്ള അങ്ങനെ പരാമർശം നടത്തുന്നവരെ കയ്യോടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം K. കരുണാകരൻ്റെ മകൾ പത്മജയ്ക്കെതിരെ നടത്തിയ പരാമർശനം, പത്മജ BJP ആണ്, എതിർ പാർട്ടിയിൽ മുന്നണിയിൽ നിൽക്കുന്ന ആളാണ് എന്നുള്ളതിൻ്റെ പേരിൽ എന്തും പറയാവുന്ന അർത്ഥമില്ലല്ലോ. പത്മജയെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള ഒരു പരാമർശനമാണ് രാഹുൽ മാങ്കൂട്ടം നടത്തിയത്. അവർ കരുണാകരൻ്റെ മകളാണോ എന്ന് പോലും സംശയമുണ്ട് എന്നുള്ളത്. ആലങ്കാരികമായിട്ട് നടത്തിയ പ്രയോഗമാണെങ്കിൽ പോലും അതൊരു പിതൃത്വ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പരാമർശനമാണ്. അതുപോലെ കരുണാകരനെ കരിങ്കാലി കരുണാകരൻ എന്ന് വിളിച്ചതിനെ കുറിച്ച് പത്മജ തന്നെ ഒരിക്കൽ രസകരമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പത്മജ സ്കൂളിൽ ചെന്നപ്പോൾ കുട്ടി ആരോ ചോദിച്ചു ആരാണ് പിതാവ് ആരാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ മറുപടി കരിങ്കാലി കരുണാകരൻ. കാരണം പത്മജ കേട്ടുള്ളത് മുഴുവൻ റേഡിയോയിലും പത്രങ്ങൾ വായിച്ചു ഒക്കെ അറിഞ്ഞിട്ട് കരിങ്കാലി കരുണാകരൻ എന്ന ആളുകൾ വിളിക്കുന്നത് കേട്ടിട്ട് സ്വന്തം പിതാവിൻ്റെ പേര് കരിങ്കാലി കരുണാകരനാണെന്ന് ആ മോള് തെറ്റിദ്ധരിച്ചു എന്ന് പത്മജ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ വളരെ മോശമായ രീതിയിൽ ആക്ഷേപിക്കുന്ന തരത്തിൽ, പ്രത്യേകിച്ച് വനിതകൾക്കെതിരെ, അതിനുമപ്പുറത്ത് ലൈംഗിക ചുവയോടുകൂടെ സംസാരിക്കുന്നത് തെരഞ്ഞെടുപ്പിലെ ഒരു തരത്തിലെ അഭിലഷണീയമല്ല. ഇത്തരത്തിലുള്ള പരാമർശം നടത്തരുതെന്ന് നേതാക്കൾ തന്നെ ഇടപെട്ട് അണികളെ വിലക്കേണ്ടതാണ്. പക്ഷെ ഒരു ചോദ്യം,
വിലക്കേണ്ട നേതാക്കൾ തന്നെ ഇങ്ങനെ തന്നെ പറഞ്ഞു തുടങ്ങിയാൽ ആര് അണികളെ അല്ലെങ്കിൽ താഴെത്തട്ടിലെ നേതാക്കളെ വിലക്കും?